ഗൈസ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണോ? ഇന്ന് നമുക്ക് വട്ടയാട് നീർച്ച രണ്ടാമത്തെ ദിവസം കേട്ടോ, ഡേ 2. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ നല്ല ചിപ്സുകളൊക്കെ നമ്മുടെ നീർച്ചപ്പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചിപ്സുകളല്ലാതും എല്ലാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് എടുത്ത് പറയാൻ എനിക്കറിയില്ല. അതിൽ ഞാൻ വന്ന സാധനം എനിക്കിത് മാത്രം ഇഷ്ടമുള്ളൂ, നമ്മുടെ ജിലേബി ആരും ഉണ്ടാക്കുന്നത് കണ്ടില്ല നിങ്ങൾ അവിടെ തന്നെ. എനിക്ക് മിക്കവർക്കും ഇഷ്ടമുണ്ടായിരിക്കും ഈ ജിലേബി, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ഈ ജിലേബി നോക്കിയിട്ട് വന്നതാണ്. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ ചോദിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. നമ്മൾ നീർച്ചപ്പറമ്പിലൊന്നല്ല, നമ്മൾ പിന്നെ തൊട്ടമുറ്റത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ, പൈസ ആയിട്ട് വരാതിട്ട് ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിച്ച് പോയപ്പോൾ നേരെ അത് നോക്കി പോയതാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നല്ല ബിരിയാണിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മളെ ഡ്യൂട്ടി എൻ്റെ ഉമ്മാക്കുള്ളതാണ്. ഇവിടെ ജുംന പറഞ്ഞാൽ എനിക്ക് ചോറ് വിളമ്പാൻ അറിയില്ല, ഉമ്മ വിളമ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മാടെ കൊടുത്തിട്ട് ഉമ്മയാണ് ഫുഡ് വിളമ്പണത്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ. ഇവിടുത്തെ ഇവരെ ഏൽപ്പിക്കുന്ന ആൾക്കാർ ഫുഡ് അടിപൊളിയാണ്. ഇവർ ബീഫ് ബിരിയാണിയും അടിപൊളിയാണ്, ചിക്കൻ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ വിളമ്പി ഫുഡൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്നൊക്കെ ഇറങ്ങാം കേട്ടോ. പിന്നെ നമ്മൾ ചോറക്കിലൊക്കെ ആയിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റില്ല ഗൈസ്. കാരണം എൻ്റെ മോള് ഉറങ്ങാൻ സമ്മതിച്ചില്ല. മക്കൾ ഉറങ്ങിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് ജുംന ചായ ഒക്കെ ഉണ്ടാക്കി നല്ല ചൂടുള്ള ജിലേബി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അളിയന് വരുമ്പോൾ ജിലേബിയും അതുപോലെ നൂൽപ്പൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ടായിരുന്നു. ഞങ്ങൾ ജിലേബി കഴിച്ചു. ജിലേബിയാണ് എനിക്കിഷ്ടം. അങ്ങനെ അവരെ ക്ലബ്ബാട്ടോ, ACC ക്ലബിൻ്റെ ആനയാണ് വരുന്നത്. അത് അളിയനും സലീംക്കൊക്കെ ACC ക്ലബ്ബാണ്. അളിയൻ ട്വിൻസാണ് കേട്ടോ. അതിലൊരാളാണ് സലീംക്ക് ഉണ്ടാകുന്ന നിൽക്കണത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ആനനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ടില്ല, കൊല്ലം കൊണ്ടുവന്നതാണ്. പക്ഷേ മരത്തിൻ്റെ കൊമ്പും ചില്ലൊക്കെ ഉള്ള കാരണം ആനക്കണ്ട് കയറാൻ പറ്റില്ല. പാപ്പാ നോക്കിയിട്ട് പറഞ്ഞാൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടാണ് ആനനെ കുളിപ്പിക്കലും. ആന ഇവിടെയാണ് ഉണ്ടാവാറ് വീട്ടിൽ. കഴിഞ്ഞ പ്രാവശ്യം മാവ് വലുതാവിനനുസരിച്ച് മാവിൻ്റെ ചില്ലും കൊമ്പൊക്കെ വലുതാവുമല്ലോ, അത് കാരണം ആനനെ കയറ്റാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ ആ റോഡ് സൈഡിൽ നിർത്തി ഞങ്ങൾ എല്ലാവരും തൊടുന്നവരെല്ലാവരും തൊട്ടു, വീഡിയോ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. ആന സൂപ്പറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ആന പാവാനൊക്കെ എപ്പോഴാണ് മതം വിട്ടാന്ന് അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ ആന എന്താ പറയുക, അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പാവാന കാരണം തൊടുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. കുട്ടികളൊക്കെ തൊട്ടു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായില്ല.